ഏകാന്തതയും ഒറ്റപ്പെടലുമൊക്കെ നമ്മെ ആകെ വിഷമിപ്പിക്കാറുണ്ട്. എല്ലാവരും എന്നെ കൈവിട്ടോ എന്ന ചിന്തയാൽ നിരാശരായി തീരുവാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മെ ജീവിത പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കും. 25-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. മാനസികമായി തകർന്ന ഒരു ഭക്തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് വായനാഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന ധൈര്യവും ഉറപ്പും ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി കാണാൻ കഴിയും. തന്നെ ലജ്ജിപ്പിക്കരുത് എന്ന പ്രാർത്ഥനയും ദൈവിക നടത്തിപ്പുകൾ ലഭിക്കേണ്ടതിനായിട്ടുള്ള യാചനയും യൗവനത്തിലെ പാപങ്ങൾ ഓർക്കരുത് എന്ന അപേക്ഷയും അകൃത്യങ്ങൾ ക്ഷമിക്കാനുള്ള അപേക്ഷയും മനപ്രയാസങ്ങളും പാപങ്ങളും മാറ്റുവാനുള്ള പ്രാർത്ഥനയുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ശത്രുപക്ഷത്തു നിന്ന് വിടുവിക്കാനുള്ള അഭ്യർത്ഥനയും ഇതിൽ നാം കാണുന്നുണ്ട്. കഠിനമായ മാനസിക വേദന അനുഭവിക്കുന്ന വേളയിൽ ഒരു ഭക്തൻ്റെ അഭയം ദൈവസന്നിധി മാത്രമാണ്. ശത്രുക്കൾ ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ നിലനിൽപ്പിനുള്ള കൃപയും ധൈര്യവുമൊക്കെ തക്ക സമയത്ത് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകും. താൻ ലജ്ജിച്ചു പോകുമോ എന്ന സങ്കീർത്തനക്കാരൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഞാൻ ലജ്ജിച്ചു പോകരുത് എന്ന് ഭക്തൻ നിലവിളിക്കുന്നത്. 2-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും. മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുന്ന ദൈവത്തിനെ ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. അതെ, നമ്മുടെ ദൈവം ലജ്ജിപ്പിക്കുന്നവനല്ല, മറിച്ച് മാനിക്കുന്നവനാണ്. സങ്കീർത്തനത്തിൽ ഭയഭക്തനായ പുരുഷൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ദൈവം അവനെ വഴി കാണിച്ചു കൊടുക്കുകയും നീതിപാതകൾ അവനെ നടത്തുകയും ചെയ്യുന്നു. ആശയറ്റവരായി വഴിത്തലയ്ക്കൽ നട്ടം തിരിയുമ്പോൾ പാതയ്ക്ക് പ്രകാശമായി ദൈവസാന്നിധ്യമുണ്ടാകും. മാത്രമല്ല, അവൻ സുഖത്തോടെ വസിക്കുകയും അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും എന്ന വാക്യശകലം ശ്രദ്ധിക്കുക. ദൈവത്തമാരായിരിക്കുന്ന മാതാപിതാക്കളുടെ തലമുറ നയിച്ചേ പോകുകയില്ല. 112-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നാം അകന്നു പോയാലും കർത്താവ് അകലുന്നില്ല, അടുത്ത് നിൽക്കുന്നവനാണ്. നമുക്ക് സഹിത്വം നൽകുന്നവനാണ്. സ്നേഹിതന്മാർക്ക് നിയമവും അറിയിക്കുന്നവനാണ്. ഇതനുഭവിക്കാൻ കഴിയുന്നത് എത്രയോ ഭാഗ്യമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, യഹോവയുടെ സഹിത്വം അനുഭവിക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. ആരൊക്കെ കൈവിട്ടാലും നമ്മെ കൈവിടാത്ത, ഏത് പ്രതിസന്ധിയിലും നമ്മോടൊപ്പമുള്ള യേശുക്രിസ്തു നമ്മുടെ സഖിയായി മാറട്ടെ. കഷ്ടതകളും വേദനകളും ഹൃദയത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. അവിടെ നമ്മുടെ കൂടെ ഇരുന്ന് പരിപാലിക്കാൻ മതിയായ ദൈവമാണ്.